എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ സീസണിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. ഓരോ പ്രശ്നങ്ങളും ഓരോ വേദനകളും എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ നമുക്കതിനെയെല്ലാം അതിജീവിക്കാനും കഴിയും. ഇന്ന് ഒരു ചിന്ത നിങ്ങളോട് പറയാനുള്ളത്, ഇരുമ്പിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. എന്നാൽ ഇരുമ്പിനെ തകർക്കുന്നത് അതിൻ്റെ സ്വന്തം തുരുമ്പാണ്. ഇരുമ്പ് വെറുതെ കിടന്നാൽ അത് തുരുമ്പിച്ച് അതില്ലാതെയാകും. എന്നാൽ ഇരുമ്പിനെ ആർക്കും നേരിട്ട് ആക്രമിച്ച് തകർക്കാൻ കഴിയില്ല. സ്വന്തം തുരുമ്പാണ് അതിനെ നശിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. നാം കർത്താവിൻ്റെ മക്കളാണ്. എന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റിന് നമ്മെ നശിപ്പിക്കാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, എൻ്റെ ഭാവി അപകടമാണ്, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി രോഗികളായിരുന്നു, ഞാനും രോഗിയാകും, എനിക്കും എൻ്റെ മാതാപിതാക്കളുടെ അസുഖം വന്ന് പിടിക്കും. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് നമ്മളാകുന്ന ഇരുമ്പിനെ തുരുമ്പ് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ തുരുമ്പെന്ന് പറയുന്ന ഈ മൈൻഡ് സെറ്റാണ്. ഈ മനസ്സിനെ നമ്മളൊന്ന് പുതുക്കണം. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നു 12-ാം അധ്യായത്തിൽ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അറിയണോ എങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ മനസ്സൊന്നും പുതുക്കണ്ട. ആ പഴയ മൈൻഡ് കൊണ്ട് ചാകാനാണെങ്കിൽ പഴയ മൈൻഡ് തന്നെ മതി. ദാരിദ്ര്യത്തിൽ കിടക്കാനാണ് പഴയ മൈൻഡ് മതി. എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം വേണോ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിനെ നാം പുതുക്കണം. തുരുമ്പ് കളയണം, ഇരുമ്പ് ഉരുക്കാക്കി മാറ്റണം. നമ്മെ തന്നെ നല്ലവണ്ണം ശക്തരാക്കണം. കർത്താവ് അതിനുള്ള ബലവും കൃപയും ഇന്ന് പകലിൽ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവന്റെ പ്രമാണം, അത് ആത്മാവിൻ്റെ പ്രമാണമാണ്. അത് ജഡത്തിൻ്റെ പ്രമാണമല്ല, അത് മരണത്തിൻ്റെ പ്രമാണമല്ല, അത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. ദൈവ ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുമെന്ന് പറഞ്ഞതുപോലെ ഇത് ആത്മാവിൻ്റെ സത്യത്തിലുള്ള ആരാധനയുടെ പ്രമാണമാണ്. ആ പ്രമാണം മരണത്തിൻ്റെ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലൂടെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വരുത്തുമെന്നല്ല, വരുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് പുറത്തു വന്നു. അപ്പം 2 പ്രമാണങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ പ്രമാണമേ അറിയാവൂ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം, ന്യായപ്രമാണം. എന്താണ് ഇത്? മനുഷ്യനെ താഴോട്ട് വലിക്കുന്ന ശക്തിയാണ്. പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം മനുഷ്യനെ താഴോട്ട് പിടിച്ചു വലിക്കും. എന്തൊക്കെയാണ്? പാപത്തിലേക്കുള്ള സ്വാഭാവിക പ്രവണത, ആത്മീക മരണം, ബന്ധനങ്ങൾ, കുറ്റബോധം, ദുർബലത. ഇതെല്ലാം കേൾക്കുമ്പോഴേ അറിയാം, ഇതെല്ലാം നമ്മളെ താഴോട്ട് പിടിച്ചു വലിക്കുക. എനിക്ക് ജയിക്കാൻ കഴിയില്ല, എനിക്ക് സ്വന്തമായിട്ട് വിജയിക്കാൻ കഴിയില്ല, എനിക്ക് പരിശ്രമിച്ച് നല്ലവനാകാൻ കഴിയില്ല, എനിക്ക് ദൈവവചനം അനുസരിച്ച് ഉയരാൻ കഴിയില്ല. ആവർത്തന പുസ്തകം 28:1, ഈ ന്യായപ്രമാണത്തിലുള്ളതെല്ലാം നീ അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ ഉയർത്തും, നിന്റെ മാവ് കുഴക്കുന്ന കുട്ടയും തൊട്ടിയും എല്ലാം അനുഗ്രഹിക്കും, ഭൂമിയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് നീ മാറും. ഇതനുസരിക്കാതെ പോയാലോ? ആവർത്തന പുസ്തകം 28:15 മുതൽ 69 വരെ ഈ ബാധ മുഴുവനും നിനക്ക് വരും. ഇസ്രായേൽ മക്കൾക്ക് എന്താണ് വന്നത്?
അവർ പാലും തേനുമുള്ള കനാനിൽ ചെന്നു. എന്നിട്ട് അവരവിടെ കിടന്ന് ആവർത്തന പുസ്തകം 28-15 തൊട്ട് 69 വരെയുള്ളത് അനുഭവിച്ചു. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 28-1 തൊട്ട് 14 വരെ അവരനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇന്നും ശത്രുക്കൾ അവർക്കെതിരെയാണ്. അവർ മരിക്കുകയാണ്. അവർ ശാപത്തിൻ്റെ കീഴെ കിടക്കുകയാണ്. അവരെ വിളിച്ചത് എന്തിനാണ്? അനുഗ്രഹം അനുഭവിപ്പാൻ. 1 പത്രോസ് 3:9 നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. ആരെക്കുറിച്ച് പറയുന്നു? അത് ഇസ്രായേലിനെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും. കാരണം അബ്രഹാമിൻ്റെ അനുഗ്രഹമാണത്. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നൊരു അനുഗ്രഹം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആരെങ്കിലും ഇസ്രായേൽ മക്കൾ അനുഭവിക്കുന്നുണ്ടോ? ഇന്നൊരു യുദ്ധത്തിൻ്റെ മുൾമുനയിലല്ലേ? ഇന്നൊരു യുദ്ധം ചെയ്യുകയല്ലേ? ശത്രുക്കളെല്ലാം അവർക്ക് നേരെ ഒരു വഴിയായിട്ട് വരുന്നു. 7 വഴിയായിട്ടൊക്കെ ഓടുന്നുണ്ട്, എങ്കിലും വരികയല്ലേ? പ്രശ്നത്തിൻ്റെ നടുവിലല്ലേ അവർ മരിക്കുകയല്ലേ? അവർ തകരുകയല്ലേ? അതിൻ്റെ കാരണം അവർ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ്. എന്നാൽ മറ്റൊരു പ്രമാണത്തെക്കുറിച്ച് അവിടെ കാണുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പൊ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം പോലെയാണ്. ഒന്നും മുകളിലോട്ട് പൊങ്ങാൻ അനുവദിക്കില്ല, എല്ലാം താഴോട്ട് പിടിച്ചു വലിക്കും. അതൊരു പ്രമാണമാണ്. എന്നാൽ ആ ഗുരുത്വാകർഷണ പ്രമാണത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഈ ഭൂമിയിലേക്ക് വന്നു. സ്വർഗീയനായവൻ ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ ഈ ഭൂമിയിൽ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനിൽ പാപമില്ല. അവൻ പരിശുദ്ധനാണ്. അവൻ സകലത്തെയും വിളിച്ചു വരുത്തുന്നവനാണ്. അവൻ വചനമാണ്. മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനിൽ മരണമില്ല. അവനിൽ പാപമില്ല. അവനിൽ പരിശുദ്ധി മാത്രമേ ഉള്ളൂ. അവൻ നീതിമാനാണ്. എന്നാൽ അവൻ മരിച്ചത് അവനിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധരാകാൻ, നീതിമാന്മാരാകാൻ, നിഷ്കളങ്കരാകാൻ. ഇതൊന്നും നമ്മിലില്ലായിരുന്നു. മനുഷ്യരിലുള്ളത് സ്വതവേ എന്തെന്ന് യേശു അറിഞ്ഞതുകൊണ്ട് മനുഷ്യരെക്കുറിച്ച് ആരുടെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. മനുഷ്യൻ ആരാണെന്ന് യേശുവിനറിയാം. പാപിയാണ്, ശാപത്തിൻ്റെ കീഴെയാണ്, മരണത്തിൻ്റെ കീഴെയാണ്. ഒന്നും മുകളിലോട്ട് പൊങ്ങത്തില്ല, ഒന്നും നിത്യതയിൽ പോകത്തില്ല. എല്ലാം ഈ മണ്ണിലോട്ട് ചേരും. പൊടി പണ്ടായിരിക്കുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ആത്മാവ് അതിനെ നിർമ്മിച്ച ദൈവത്തിലേക്ക് പോകും. ആത്മാവ് പോകാൻ ആത്മാവില്ലല്ലോ. യേശു വന്ന് ജീവൻ കൊടുത്തിട്ട് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം കൊണ്ടുവന്നു. ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊരു കട്ടി പോലെ തോന്നാം. വളരെ ലളിതമാണ്. പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം യേശു ക്രൂശിൽ തറച്ച് ആ പ്രമാണത്തെ മായ്ച്ചു കളഞ്ഞു. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, യേശു പാനപാത്രം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടും. ഇത് കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ ചെയ്യണം. ഞാൻ വരും വരെ നിങ്ങൾ ചെയ്യണം. യേശു രണ്ടാമത് വന്നിട്ടില്ല. അതുകൊണ്ട് കർത്തൃമേശ തുടരുന്നു. എന്താ കാരണം? യേശുവിനെ ഓർക്കണം. യേശു ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. പിശാചിൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞുപോയെന്നേ. യേശു ജീവൻ കൊടുത്ത് ഒരു പുതിയ പ്രമാണം കൊണ്ടുവന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അതിൻ്റെ പ്രവൃത്തി എന്താണ്? ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ പ്രത്യേകത ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടിയത്. യഹൂദൻ ഇസ്രായേലിലുണ്ട്, അവർ പരിശുദ്ധാത്മാവിലാണോ യുദ്ധം ചെയ്യുന്നത്? അല്ല. നമ്മൾ യുദ്ധം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ബോംബ് ഉപയോഗിച്ചല്ല. നമ്മൾ യുദ്ധം ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ സർവായുധവർഗമാണ്.
പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്ന, തോൽപ്പിക്കുന്ന, അവനെ കാലിൻ്റെ കീഴെ മെതിക്കുന്ന ശക്തിയാണ് നമ്മുടെ മേലുള്ളത്. നമ്മൾ പുതിയ പുതിയ മിസൈലുകൾക്ക് രൂപകൽപ്പന ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ആയുധങ്ങളോട് നേരിടാൻ ഒരു ശക്തിക്കും കഴിയില്ല. ദൈവമാണ് നമ്മുടെ ജയക്കൊടി. നമ്മൾ ജയാളികളെക്കാൾ ജയാളിയാണ്. അതൊക്കെ നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടതാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ ജയാളികളെക്കാൾ ജയാളിയാണ്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ജയാളികളെക്കാൾ ഈ സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും ഒക്കെ താരങ്ങളായിട്ട്, ജയാളികളായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അവരെവിടെയെങ്കിലുമൊക്കെ തോക്കുക. ഈ ലോകകപ്പിൽ തോറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തോക്കും. കാരണം 38-41 വയസ്സായി. അപ്പൊ ഇവർക്കെല്ലാം നെയ്മാർ പുള്ളിക്കാരൻ നല്ലൊരു ജയാളിയാണ്, പക്ഷെ എന്നും പരിക്ക. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുഴുവൻ ഇരുന്ന് കാണാൻ നേരം കിട്ടിയില്ലെങ്കിൽ സമ്മറി 10-15 മിനിറ്റെങ്കിലും കാണും. കാരണം അതൊരു ജയത്തിൻ്റെ കളിയാണ്. കാണണം, ഫുട്ബോൾ കാണണം. ന്യൂയോർക്കിൽ ചെന്നപ്പോൾ എനിക്ക് കളി നേരിട്ട് കാണാൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ, അതിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ജയാളി ഞാനാണെന്ന് എനിക്കറിയാം. 2, എനിക്ക് ആ സമയം വരെ നിൽക്കാൻ നേരവുമില്ല. നേരമുണ്ടെങ്കിലും ഒരുപക്ഷെ പോയി കണ്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കുന്ന ഒരു സന്തോഷമായിരുന്നു. എന്നാൽ അതിനേക്കാൾ എൻ്റെ ഉള്ളിൽ ഉള്ള സന്തോഷം, ഞാൻ ജയാളിയേക്കാൾ ജയാളിയാണ്. അവരൊക്കെ ജയിക്കും, തോൽക്കും. എന്നാൽ യേശു എന്നേക്കുമായിട്ട് ജയിച്ചു. ആ ജയമാണ് നമ്മുടെ ജയം. യേശു ക്രിസ്തുവിൻ്റെ ജയമാണ് നമ്മുടെ ജയം. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം യേശു ക്രിസ്തു നമുക്ക് ജയം തന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ജയം. അടുത്തത്, ഇത് നമ്മളെ ഉയർത്തുന്ന ശക്തിയാണ്. അടുത്തത് ജീവൻ നൽകുന്ന ശക്തിയാണ്. അടുത്തത് സ്വാതന്ത്ര്യം നൽകുന്ന ശക്തിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ വിജയത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അതായത് താഴോട്ടല്ല, മൂക്കുകുത്തി വീഴില്ല. പാലും തേനും എന്ന് പറഞ്ഞാൽ പാലും തേനും തന്നെയാണ്. മറുപടി നിശ്ചയമാണ്, ഉറപ്പാണ്. പാലും തേനും കാത്തിരുന്ന് പോയവർ അവിടെ ശപിക്കപ്പെട്ടവരായി. അവിടെ അവർ പരാജയപ്പെട്ടു. അവിടെ അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു. അവർക്കവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അവരവിടെ കാലുകുത്തിയത്, യോർദാനിൽ കാലുകുത്തിയപ്പോൾ യോർദാൻ 2ആയതാണ്. ചെങ്കടലിന് നേരെ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയതാണ്. എരിഹോ കോട്ടയുടെ മുമ്പിൽ നടന്നപ്പോൾ അത് ഇടിഞ്ഞ് താഴെ പോയതാണ്. അങ്ങനെ ജയിച്ചവർ അവിടെ തോറ്റുപോയില്ലേ? എന്നാൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും ജയമാണ്. ജയം മാത്രമാണ്. കാരണം നമ്മിൽ വ്യാപരിക്കുന്നത് ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണമാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, രക്ഷിക്കപ്പെട്ടതിൽ നിങ്ങൾ ആഘോഷിക്കണം. രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷം. ദാവീദ് പറയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ വേണം. എന്താണ് രക്ഷയുടെ സന്തോഷം? ഞാൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. എന്നിലുള്ളത് വിജയം മാത്രമാണ്. ക്രിസ്തുവിലുള്ള ജയം എല്ലാ പരാജയങ്ങളെയും പരാജയപ്പെടുത്തിയ ജയാളിയുടെ ജയം എൻ്റെ ജയമാണ്. അത് എൻ്റെ യേശുവിൻ്റെ ജയമാണ്. ആ ജയത്തിൽ ആഘോഷിക്കാം, ആനന്ദിക്കാം. ഇനിയും ലളിതമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഓഡിയോ ഇട്ടാൽ മതി, ഞാൻ കുറച്ചുകൂടി ലളിതമാക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു. കാരണം നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മനസ്സിലാകും. ഏറ്റവും ലളിതമാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവ് കൂടുതൽ നമുക്ക് ഗ്രഹിപ്പിച്ചു തരും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് തരുന്ന ജയങ്ങൾക്കായി സ്തോത്രം. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ക്രിസ്തുവേശുവിലൂടെ ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾ ജയാളികളാണ്. ഇന്ന് നടക്കുന്ന ലോകകപ്പിലുള്ളവർ ജയിക്കുന്നതിനേക്കാൾ വലിയ ജയം 2000 വർഷങ്ങൾക്ക് മുമ്പ് നേടിത്തന്ന ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആ ജയത്തിൽ ഞങ്ങൾ ആഘോഷിക്കുന്നു.
പരിശുദ്ധാത്മാവിലുള്ള ശക്തിയാൽ ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറുവാൻ, ജയങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, മറുപടികൾ കാണുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. വേൾഡ് കപ്പിൽ ആര് തോറ്റാലും ജയിച്ചാലും ടെൻഷനൊന്നും അടിക്കേണ്ട. പിന്നെയും അവർക്ക് ജയിക്കാൻ അവസരം ഉണ്ടല്ലോ. അതോർത്തൊന്നും ഭാരപ്പെടണ്ട. ഒരു പാർട്ടിയുടെ ആളായി നടന്ന് അവസാനം നാണം കെട്ട് നടക്കാതെ നമുക്ക് എല്ലാവർക്കും ഒരു ജയം ആശംസിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 കർത്താവിൽ ബലപ്പെടാൻ കടന്നു വരിക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ബലപ്പെടാം. ഗോഡ് ബ്ലസ് യു. ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ഒന്നുറക്കി പാടി. എൻ ദൈവം എന്നെ നിത്യമായി സ്നേഹിച്ചു, അസേരത്തിനായി ഞാൻ പാട്ടുപാടും. എൻ ദൈവം എന്നെ നിത്യമായി സ്നേഹിച്ചു, അസേരത്തിനായി ഞാൻ പാട്ടുപാടും. യേശുവേ രാജാവേ, 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 അങ്ങ് സ്തുതിച്ചു ഞാൻ പാട്ടുപാടും. യേശുവേ രാജാവേ, 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 അങ്ങ് സ്തുതിച്ചു ഞാൻ പാട്ടുപാടും. ദുഃഖങ്ങൾ മാറ്റിടും, രോഗങ്ങൾ നീക്കിടും, കണ്ണുനീർ തുടച്ചിടും യേശുനാഥൻ. ദുഃഖങ്ങൾ മാറ്റിടും, രോഗങ്ങൾ നീക്കിടും, കണ്ണുനീർ തുടച്ചിടും യേശുനാഥൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ ദൈവം എന്നെ ചേർന്ന്, എൻ ദൈവം എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ സ്നേഹത്തിനായി ഞാൻ പാട്ടുപാടും. എൻ ദൈവം എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ സ്നേഹത്തിൽ